ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരക്കടലാസും ലേലം വിളിച്ച് ചോർന്നിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നത്? അല്ല, ജനകീയ വിഷയങ്ങളിൽ മൈക്കും പിടിച്ച് വിപ്ലവം പ്രസംഗിക്കാൻ ഇറങ്ങുന്ന നമ്മുടെ പാറ്റകളൊന്ന് പറഞ്ഞാട്ടെ, എപ്പോഴാണ് സാർ അവിടുത്തെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ സമരപ്പന്തലിലേക്ക് മാർച്ച് നടത്തുന്നത്? എപ്പോഴാണ് ആ മന്ത്രിക്കെതിരെ നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകൾ വരുന്നത്? അപ്പോഴാണ് കളി മാറിയത്. ഭരിക്കുന്നത് BJP അല്ല, സ്വന്തം ഇന്ത്യ മുന്നണിയാണ്. അപ്പൊ പിന്നെ അടിയന്തരമായി നേതാക്കന്മാർക്ക് കടുത്ത പനി വരും, ടൈഫോയിഡ് വരും, വില്ലൻ ചുമ വരും. അയ്യോ അനിയ, എനിക്ക് വയ്യേ, ഞാൻ വരില്ലേ എന്ന് പറഞ്ഞ് പൊളേറ്റായിട്ട് മുട്ടാ പോകുന്ന ന്യായങ്ങളൊക്കെ പറഞ്ഞ് മുങ്ങും. അതെ, പറഞ്ഞു വരുന്നത് ജാർഖണ്ഡിലെ വൻ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചും അവിടുത്തെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തെരുവിൽ കിടന്ന് കണ്ണീരൊഴുക്കുമ്പോൾ സെലക്റ്റീവ് പോരാട്ടം നടത്തുന്ന CJP, നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുടെ തനിസ്വരൂപത്തെക്കുറിച്ചുമാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ 9 ആനയുടെ ബലമുള്ളവർക്ക് സ്വന്തം സഖ്യകക്ഷികൾ ഭരിക്കുന്ന നാട്ടിൽ അഴിമതി നടന്നപ്പോൾ പേടിയാണോ അതോ സ്പോൺസർമാരെ പേടിച്ചാണോ? ഇത്രയും നാൾ നിങ്ങൾക്ക് രാഷ്ട്രീയമില്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല? അപ്പോൾ ഈ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് നമ്മൾ ഇന്ന് കൃത്യമായ ഡാറ്റകൾ വെച്ച് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ ആദ്യം പരിശോധിക്കാം. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ JPSC നടത്തുന്ന പരീക്ഷയിലാണ് രാജ്യത്തെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലുള്ള അട്ടിമറികൾ നടന്നിരിക്കുന്നത്. കേവലം ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല, ഉത്തരക്കടലാസുകൾ വരെ മുൻകൂട്ടി ലീക്കായി പണത്തിന് വേണ്ടി വിൽക്കപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാസങ്ങളോളം പട്ടിണി കിടന്ന് വീടും നാടും ഉപേക്ഷിച്ച് ഒരു മുറിയിലിരുന്ന് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പഠിച്ച ആയിരക്കണക്കിന് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ജീവിതമാണ് അവിടെ ഇരുട്ടിലായത്. ഇതിനെതിരെ റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥി നേതാവ് ദേവേന്ദ്രനാഥ് മഹോദയുടെ നേതൃത്വത്തിൽ ഉദ്യോഗാർത്ഥികൾ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുകയാണ്. അവരുടെ ആവശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ മഹാ അഴിമതിക്ക് കൂട്ടുനിന്ന് ജാർഖണ്ഡിലെ വിദ്യാഭ്യാസ മന്ത്രി ഉടനടി രാജിവെക്കണം. ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് സുതാര്യമായി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിക്കണം. റിക്രൂട്ട്മെന്റ് സംവിധാനം അഴിമതി മുക്തമായി അഴിച്ചു പണിയണം. വളരെ ന്യായമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഭരിക്കുന്ന JMM, കോൺഗ്രസ്, RJD അഥവാ ഇന്ത്യ മുന്നണി സർക്കാർ ഈ പാവങ്ങളുടെ കണ്ണീര് കണ്ടതായി പോലും നടിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ CJP വിപ്ലവകാരികളുടെ എൻട്രി. നാട്ടിൽ നീറ്റ് വിഷയം വന്നപ്പോഴും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഡൽഹിയിലും കേരളത്തിലും ഒക്കെ വന്ന് മൈക്കും പിടിച്ച് ജനകീയ പോരാട്ടം നടത്തിയത് ഇതേ കൂട്ടർ തന്നെയാണ്. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നായിരുന്നു വലിയ വലിയ വീരവാദങ്ങൾ. എന്നാൽ ജാർഖണ്ഡിലെ പാവം ഉദ്യോഗാർത്ഥികൾ ഈ അഭിജിത്തിനെയും സൗരവിനെയും എല്ലാം ഫോണിൽ വിളിച്ചു, ചേട്ടാ ഞങ്ങളുടെ ജീവിതമാണ് തകർന്നത്, ഇന്ത്യ മുന്നണി സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്, പരീക്ഷ ചോർന്നു, ഞങ്ങൾ തെരുവിൽ നിരാഹാരം കിടക്കുകയാണ്, നീറ്റ് സമരത്തിന് വന്നതുപോലെ ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഒന്നിവിടെ വരെ വരുമോ? അപ്പോഴാണ് അഭിജിത്ത് പാറ്റയുടെ ക്ലാസിക് മറുപടി വരുന്നത്, അയ്യോ അനിയ, എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് പെട്ടെന്ന് കടുത്ത ടൈഫോയിഡ് ബാധിച്ചിരിക്കുകയാണ്, മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്, ഞാൻ വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാമെന്ന്, പക്ഷെ സമരപ്പന്തലിലേക്ക് വരാൻ പറ്റിയില്ല. എന്തൊരു ആത്മാർത്ഥതയാണല്ലേ, എന്തൊരു കട്ട സപ്പോർട്ടാണല്ലേ. മോദിക്കെതിരെ സമരം ചെയ്യാൻ റോഡിൽ കിടക്കാൻ ഒരു ടൈഫോയിഡും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ത്യ മുന്നണി ഭരിക്കുന്നിടത്ത് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ നേതാവിന് ദാ വരുന്നു അടിയന്തര ടൈഫോയിഡ്. ഈ വീഡിയോ കോൾ സംഭാഷണം വിദ്യാർത്ഥികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെയാണ് നാട്ടുകാർ ഇവരുടെ തനിസ്വരൂപം തിരിച്ചറിഞ്ഞത്. ഇനി അടുത്ത BJP വിരുദ്ധ സമരം വരുമ്പോൾ ഞാൻ സുഖം പ്രാപിച്ച് എഴുന്നേറ്റ് വരാമെന്ന മട്ടിലാണ് ഇപ്പോഴത്തെ ഒളിച്ചോട്ടം. ഇവിടെ നമ്മൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കണം. എവിടെ പോയി രാഹുൽ ഗാന്ധി? എവിടെ പോയി അരവിന്ദ് കെജ്രിവാൾ? എവിടെ പോയി സോനം വാങ്ചുക്ക്? എവിടെ പോയി ഡൽഹിയിലെയും കേരളത്തിലെയും വലിയ വലിയ മനുഷ്യാവകാശ പോരാളികൾ? നമ്മുടെ രഞ്ജിനി ഹരിദാസ് ഒന്നും ഇതൊന്നും കാണുന്നില്ലേ? അപ്പൊ പറയും, എന്തിനാ നമ്മൾ PSC എഴുതുന്നത് എന്ന്? ജാർഖണ്ഡ് ഇന്ത്യയിലല്ലേ, അവിടെ പരീക്ഷ എഴുതുന്ന മനുഷ്യരല്ലേ. ഡൽഹിയിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് ട്രെയിനും വിമാനവും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ ഇവർക്ക് മടിയാണ്. കാരണം കിട്ടുന്നില്ലല്ലോ. കാരണം അവിടെ ഭരിക്കുന്നത് BJPയും അല്ല. ഭരിക്കുന്നത് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ തെറി വിളിക്കാൻ പറ്റില്ലല്ലോ. മോദിയെ തെറി വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഫണ്ട് കിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടില്ല. തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരെ പിണക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ മൗനവ്രതം. ഇത്തരക്കാരുടെ പ്രധാന ഹോബി എന്താണെന്ന് അറിയാമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു നടക്കുക. ശരി, ചോദ്യങ്ങൾ ചോദിക്കണം. പക്ഷേ അതേ ചോദ്യം ഇവർ രാഹുൽ ഗാന്ധിയോടോ മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കളോടോ ചോദിച്ചിട്ടുണ്ടോ?
2016 കേന്ദ്രമന്ത്രിമാർ നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് കാണിച്ചതാണ്. എന്നിട്ടും വീണ്ടും വീണ്ടും അത് പറയുന്നത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണെന്നാണ്. ഇപ്പോൾ സ്വന്തം സഖ്യകക്ഷികൾ ഭരിക്കുന്ന ജാർഖണ്ഡിൽ പാവപ്പെട്ട കുട്ടികളുടെ ഡിഗ്രിയും ഭാവിയും അട്ടിമറിക്കപ്പെടുമ്പോൾ ഈ ഡിഗ്രി അന്വേഷകർ പൊന്തയിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അച്ഛനമ്മമാരുടെ തുച്ഛമായ സമ്പാദ്യം കൊണ്ട് കോച്ചിങ്ങിന് പോയി പരീക്ഷ എഴുതി ഒടുവിൽ ചോദ്യപേപ്പർ വരെ വിറ്റുതുലച്ചു എന്ന് കേട്ട് നെഞ്ചുപൊട്ടി കരയുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ. മറുവശത്തോ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പേരിൽ ഫണ്ട് പിരിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യൂസ് നേടി ലക്ഷറി ലൈഫ് നയിക്കുന്ന ഒരു കൂട്ടം വിപ്ലവ ബിസിനസ്സുകാർ. സൗരവ് അടക്കമുള്ള നേതാക്കളുടെ വരുമാന സ്രോതസ് എന്താണ്? ഇവരുടെ പെട്ടെന്നുള്ള സാമ്പത്തിക വളർച്ചയും ലക്ഷറി ജീവിതവും എങ്ങനെയാണ് ലഭിച്ചത്? ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പാവപ്പെട്ട യുവാക്കളുടെ ചോരയും കണ്ണീരും വിറ്റ് സ്വന്തം ബ്രാൻഡ് വാല്യൂ കൂട്ടുന്ന വ്യാജ വിപ്ലവകാരികളാണിവർ. പരീക്ഷാ തട്ടിപ്പ് രാഷ്ട്രീയത്തിന് അതീതമാണ്. പരീക്ഷാ ചോർച്ച നടക്കുന്നത് BJP ഭരിക്കുന്നിടത്തായാലും കോൺഗ്രസ് ഭരിക്കുന്നിടത്തായാലും അത് തെറ്റ് തന്നെയാണ്. ഭരിക്കുന്ന പാർട്ടി ഏതാണെന്ന് നോക്കി സമരം തീരുമാനിക്കുന്നതിലും വലിയ നെറുകേട് വേറെയില്ല. വ്യാജ പോരാളികളെ തിരിച്ചറിയുക. സോഷ്യൽ മീഡിയയിൽ വന്ന് ആവേശം പ്രസംഗിക്കുന്ന എല്ലാവരും നന്മമരങ്ങളൊന്നും അല്ല. സ്വന്തം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വിദ്യാർത്ഥികളെ മറയാക്കുന്ന ഇത്തരക്കാരെ യുവാക്കൾ തന്നെ തിരിച്ചറിയണം. ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾക്ക് പിന്തുണ ദയവ് ചെയ്ത് കൊടുക്കുക. രാഷ്ട്രീയ തിമിരം ബാധിച്ച CJP-ക്കാർ കൈവിട്ടാലും ജാർഖണ്ഡിൽ തെരുവിൽ കിടക്കുന്ന ആ പാവം ഉദ്യോഗാർത്ഥികളുടെ ശബ്ദം നമ്മൾ ഏറ്റെടുത്തേ തീരൂ. ചുരുക്കി പറഞ്ഞാൽ ജാർഖണ്ഡിലെ പരീക്ഷാ ചോർച്ചയോടെ ഈ പാർട്ടിയുടെ പൊയ്മുഖം പൂർണ്ണമായും തകർന്നു വീണിരിക്കുകയാണ്. BJP വിരുദ്ധത മാത്രമാണ് തങ്ങളുടെ കച്ചവടത്തിന്റെ ഇന്ധനം എന്നിവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമരം BJP-ക്കെതിരെയാണെങ്കിൽ ഇവർക്ക് സിംഹത്തിന്റെ വീര്യമാണ്. സമരം സ്വന്തക്കാർക്കെതിരെയാണെങ്കിൽ മുറിയിൽ ഒളിക്കുന്ന വെറും എന്താണ് പറയുക, പൂച്ചകൾ എന്നൊക്കെ. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇന്ത്യ മുന്നണി ഭരിക്കുന്നിടത്ത് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ അവിടുത്തെ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തായാലും CJP-യുടെ ഈ നിലപാടിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.